ഉൽപ്പന്നങ്ങളുടെ പാക്കേജിൽ പലപ്പോഴും കാണുന്ന USP എന്താണെന്നും 2022 വന്ന USP നിയമം എന്താണ് എന്നും നമ്മളിൽ ചിലർക്കെങ്കിലും അറിയില്ല. ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങളുടേതടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് പത്തനംതിട്ടയിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ലീഗൽ മെട്രോളജി വകുപ്പ്. ഉൽപ്പന്നങ്ങളുടെ പാക്കേജിൽ MRP അഥവാ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നത് മാത്രം പ്രിന്റ് ചെയ്താൽ മതിയാകില്ല. അതിനൊപ്പം USP കൂടി കാണിക്കണമെന്നാണ് നിയമം. യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്നതാണ് USPയുടെ പൂർണ്ണരൂപം. ഒരു ഉൽപ്പന്നത്തിന്റെ 1 ഗ്രാം അല്ലെങ്കിൽ 1 മില്ലി യൂണിറ്റിന് ആവശ്യമായ തുക എന്നതാണ് USP കൊണ്ട് അർത്ഥമാക്കുന്നത്. USP എത്രയാണെന്ന് പുറം പാക്കേജിൽ വ്യക്തമാക്കാത്ത ഉൽപ്പന്നത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും വകുപ്പിന് കഴിയും. ഇതുകൂടാതെ പഴയകാല അളവ് ഉപകരണങ്ങളും അളക്കാൻ ഉപയോഗിച്ചിരുന്ന തോതും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലീഗൽ മെട്രോളജി വകുപ്പിൽ ഇപ്പം നിലവിൽ MRP കൂടെ തന്നെ പാക്കിങ്ങിൽ യൂണിറ്റ് സെൽ USP എന്ന കാര്യം കൂടെ രേഖപ്പെടുത്തൽ വരുത്തണമെന്നുള്ള നിർബന്ധമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തൂക്കത്തിലാണെങ്കിലും ലിറ്ററിലാണെങ്കിലും ഒരു പെർ ML എന്നുള്ള രീതിയിൽ ലിറ്ററിൻ്റെ ആണെങ്കിലും തൂക്കത്തിൻ്റെ അളവ് പറയുമ്പോൾ പെർ ഗ്രാം എത്രയാണെന്നുള്ള വിവരങ്ങളും പാക്കറ്റിൽ രേഖപ്പെടുത്തൽ വരുത്തണമെന്നുള്ള നിർബന്ധമായിട്ടുണ്ട്. അത് രേഖപ്പെടുത്താത്ത ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അതിനെതിരെ കേസെടുക്കാൻ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ വെച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് എന്താണ് USPയും MRPയും അവയുടെ നിയമവശങ്ങൾ തുടങ്ങിയവയെല്ലാം ലീഗൽ മെട്രോളജി വിഭാഗം വിശദമാക്കി കൊടുക്കുന്നത്. മെയ് 16 ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.